ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഖത്തർ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ സ്ഫോടനത്തിൽ നേരത്തെ 13 പേർ മരിച്ചയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ 12 പേരും ഇന്ത്യക്കാരാണെന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അത് ഇന്ത്യൻ എംബസി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഖത്തറിലെ ഇന്ത്യൻ എംബസി 12 പേർ ഇന്ത്യക്കാരാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ എംബസി ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുകയാണ്. ഔദ്യോഗികമായി തന്നെ അത് എക്സ്പോസ്റ്റിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്ത് വരുന്നതേ ഉള്ളൂ. നേരത്തെ ഇത് ആക്രമണമല്ല, മറിച്ചത് സ്ഫോടനമാണ്, പൊട്ടിത്തെറിയാണ് എന്നുള്ള കാര്യം ഖത്തർ ഊർജ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരുന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. റഹീസ്, ഈ 12 പേരും ഇന്ത്യക്കാർ എന്നാണല്ലോ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്, അല്ലേ? ഉന്മേഷ്, നേരത്തെ മരിച്ചവരുടെ അവർ ഏത് രാജ്യക്കാരാണ് എന്നതിൽ ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ ഊർജ്ജമന്ത്രി നൽകിയ വിവരം. ഇപ്പോൾ ഇന്ത്യൻ എംബസി നൽകുന്ന വിവരം അനുസരിച്ച് 12 പേരും ഇന്ത്യക്കാരാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ അപകടത്തിൽ മരിച്ച 12 പേരും ഇന്ത്യക്കാരാണ്. ഈ എംബസി അതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ മരിച്ചവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എംബസി മുൻപന്തിയിൽ ഉണ്ടാകും, ക്രോഡീകരിച്ച് നടത്തും എന്നതൊക്കെയും പറയുന്നുണ്ട്. ഏതായാലും ഈ ജീവൻ നഷ്ടപ്പെട്ടവരിൽ 12 പേർ അത് ഇന്ത്യക്കാരാണ് എന്നുള്ളത് നടുക്കുന്ന വിവരവും ഒപ്പം തന്നെ വലിയ സങ്കടകരമായിട്ടുള്ളതാണ്. ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണിത്. മലയാളികൾ അടക്കമുള്ളവർ ജോലി ചെയ്യുന്ന മേഖലയാണ്. പ്രത്യേകിച്ച് ഈ ഖത്തർ എനർജി നേരിട്ട് തന്നെ നടത്തുന്ന അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 12 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള സങ്കടകരമായിട്ടുള്ള വിവരമാണ് ഇന്ത്യൻ എംബസി തന്നെ സ്ഥിരീകരിച്ച് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് 12 പേർ മരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പരിക്കേറ്റ 66 പേരിലും ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള വിവരം കൂടി സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്നുണ്ട്. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.